ഇപ്പോൾ ശ്രീ ഗോപിനാഥ് മുതുകാട് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ദോഹയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. നമസ്കാരം സർ, താങ്കൾ അവിടെ ദോഹയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ അറ്റാക്കിനൊക്കെ ശേഷം പാനിക്കാണ് പലരും. ഇവിടെ ഒന്നുമില്ല. ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ന്യൂസ് വരുന്നത്. അപ്പോ പുറത്തുനിന്ന് ആളുകൾ, ഫ്രണ്ട്സ് എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, എന്താണ് ഇറാൻ 6 മിസൈലുകൾ തൊടുത്ത് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു ഒരു മ്ലാനത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമില്ല. എല്ലാവരും ഇവിടെ അനൗൺസ്മെന്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഗ്ലാസിന്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം സ്റ്റക്കായിട്ട് എയർപോർട്ടിൽ ഒന്നുമില്ല, കംപ്ലീറ്റ് സ്റ്റക്കായി നിൽക്കുകയാണ്. മടങ്ങാനിരിക്കുകയായിരുന്നോ അവിടുന്ന്? ഏതാ താങ്കൾ മടങ്ങാനിരിക്കുകയായിരുന്നു? എയർപോർട്ടിനകത്താണോ? അതെ, ഞാൻ ഖത്തറിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റിന്റെ അങ്ങോട്ട് പോകേണ്ട സമയമായിരുന്നു ഏകദേശം. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരാൾ വന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റക്ക് ആണെന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നുമില്ല, പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എയർപോർട്ടിനകത്ത് കംപ്ലീറ്റ് ഒരു ഡിം ലൈറ്റ് ആണ്, ഫ്ലൈറ്റ്സ് എല്ലാം സ്റ്റക്കാണ്. ഇവിടെ ഒരു തരത്തിലുള്ള മൂവ്മെന്റും ഇല്ല. അതാണ് ഇപ്പൊ എയർ സ്പേസ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് തുടർ യാത്ര സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തരുന്നുണ്ടോ അവർ? ഒന്നും അറിയുന്നില്ല, വേറൊന്നും പറയുന്നില്ല, അവരറിയിപ്പില്ല, ഒന്നുമില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എപ്പോഴെങ്കിലും മെസ്സേജ് വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നല്ലേ? കാരണം അത് ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ് അറ്റാക്ക് ഉണ്ടായ സ്ഥലം എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അറിയുന്ന സ്ഥലം? പെട്ടെന്ന് ഈ 6 മിസൈലുകൾ അവിടുന്ന് അയച്ചു എന്നൊക്കെ പറയുമ്പോ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉണ്ടാവുമല്ലോ. എയർപോർട്ടിനകത്താണല്ലോ. അതെ, അത് കഴിഞ്ഞു. പക്ഷെ ചില മലയാളികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, ഇങ്ങനെ മിസൈലൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. അതെ, വീഡിയോ അവിടുന്ന് പലരും ഫ്രണ്ട്സ് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാണുന്നുണ്ട് മിസൈല് പോകുന്നതും പിന്നെ ഡ്രോൺ ആവുന്നതും, അതുപോലെ തന്നെ ആളുകൾ ഈ ഫ്ലാറ്റിന് പുറത്തേക്ക് ഓടുന്നതും പേടിക്കുന്നതും ശബ്ദം വയ്ക്കുന്നതും ഒക്കെ ആയിട്ട് വീഡിയോസ് എല്ലാം അയച്ചു തരുന്നുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഇതിനകത്ത് ഒരു ഇതില്ല, സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേയധികം മലയാളികളുണ്ടോ അവിടെ ഈ ഫ്ലൈറ്റിന് വരാൻ? ഇഷ്ടംപോലെ ഉണ്ട്. കാരണം കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ ശ്രീ, ഇപ്പോൾ യാത്ര ഏതായാലും മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് തോന്നുന്നു അല്ലേ? ഉടൻ ഇന്നിപ്പോൾ തുറക്കാൻ സാധ്യതയില്ല. മാത്രമല്ല UAE-യും കുവൈറ്റും ഒക്കെ ഇപ്പോൾ അടച്ചു എയർ സ്പേസ്. അതെ, അങ്ങനെ അറിഞ്ഞു. ഒമാന്റെ അടച്ചു, UAE അടച്ചു, എല്ലാം അടച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. എന്താണ് തീർച്ചയായും കാണാം. മാത്രം വളരെയധികം നന്ദി ചേർന്നതിന്. സുരക്ഷിതരായിരിക്കുക. സന്തോഷം. താങ്കൾ ചിരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ആശ്വാസം ഉണ്ടാകും. കാരണം പലരും അവിടെ കുടുങ്ങിക്കിടക്കുകയാണല്ലോ എന്നുള്ള ആശങ്കയുണ്ടാവുമല്ലോ. താങ്ക് യു. ശ്രീ ഗോപിനാഥ് മുതുകാടാണ് സംസാരിച്ചത്. അദ്ദേഹം ഏതായാലും എയർപോർട്ടിനകത്താണ്, സുരക്ഷിതനായിരിക്കുന്നു.